ജനപ്രിയ നായകൻ ദിലീപ് ഒരു ബ്രാൻഡായിരുന്നല്ലേ മലയാള സിനിമയിലെ. എന്നാൽ ആ ബ്രാൻഡിൻ്റെ വാല്യൂ ഇപ്പോഴും ഉണ്ടോ? സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ 3 സിനിമകൾ ഇതുവരെ OTT പബ്ലിഷ് ആയിട്ട് പോയിട്ടില്ല. അല്ലെങ്കിൽ OTT ഒരു വീഡിയോ നെറ്റ്ഫ്ലിക്സ് ആയിട്ട്, ആമസോൺ ആയിക്കോട്ടെ, ഡിസ്നി ആയിട്ട് ആരും ഏറ്റെടുത്തിട്ടില്ല. ഒന്ന് ഓർത്തെ, ജനപ്രിയ നായകൻ ദിലീപിൻ്റെ 3 സിനിമകളാണെന്ന് ഓർക്കണം. ഇത് നമുക്ക് പുറകോട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു എങ്ങനെ ദിലീപ് ജനപ്രിയ നായകൻ എന്ന ടൈറ്റിലേക്ക് വന്നതെന്ന് നോക്കിയാൽ കണ്ണോടിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. നമുക്കറിയാം, ആ ഒരു ടൈറ്റിൽ ജയറാമിൻ്റെ സ്വന്തമായിരുന്നു, കുടുംബ നായകൻ, ജനപ്രിയ നായകൻ എന്ന് പറയുന്നത്. ഒരു 2000-ന് ശേഷം അങ്ങോട്ട് ദിലീപിൻ്റെ മികച്ച സിനിമകൾ വരികയും അതുപോലെ ജയറാമിൻ്റെ സിനിമകൾ പരാജയമാവുകയും ചെയ്തതോടെ ദിലീപ് ആ ഒരു ടൈറ്റിൽ അങ്ങ് മാറി. അതായത് സൂപ്പർ സ്റ്റാർ, 5ാമത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് മലയാള സിനിമയുടെ 5ാമത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ടൈറ്റിൽ അദ്ദേഹം സ്വന്തമാക്കി. പതിയെ അങ്ങനെ കുടുംബനായകനായി, ജനപ്രിയ നായകനായി, അങ്ങനെ ദിലീപിൻ്റെ ഒരു ഇറയായിരുന്നു പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടത്. പല സിനിമകളും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, കുടുംബങ്ങൾക്ക് ദിലീപ് ഉണ്ടെങ്കിൽ കോമഡി ഉണ്ട്, അപ്പം കയറി കാണാമെന്നുള്ളൊരു നിരക്കായി. നമുക്കറിയാം, പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും വലിയ കഥയ്ക്കൊന്നും വലിയ ഇമ്പാക്റ്റ് ഇല്ലെങ്കിലും കോമഡി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അങ്ങനെ ഫാമിലി കയറി 100 ദിവസം ഓടിയിട്ടുണ്ട്. ഈ OTT പ്ലാറ്റ്ഫോമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടതാണ് ദിലീപിൻ്റെ സിനിമകളുടെ എല്ലാം പോസ്റ്റർ 100 ദിവസമുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ആയിരുന്നു ദിലീപ് കയറാനുള്ളത്. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരു കേസ് വന്നു, അദ്ദേഹം ജയിലിനുള്ളിലായി. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് കണ്ടതാണ്. പിന്നെ അതിനുശേഷം രാമലീല എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. അത് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവായതുകൊണ്ട് ആ സിനിമ വമ്പൻ ഹിറ്റായി. പിന്നീട് അങ്ങോട്ടുള്ള സിനിമകളെല്ലാം പൊട്ടിപ്പോയി, കംപ്ലീറ്റ്ലി ഫെയിൽഡ് ആയിരുന്നു. ആ സിനിമകൾ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റിയുള്ള സമ്മാനസംഭവം വരെ ഫെയിൽഡായി. പിന്നെ ഒരു ദിലീപ് ഫോളോ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു ശരിക്കും പറയാം. പക്ഷെ അങ്ങനെ നമുക്കറിയാം, ലാസ്റ്റായിട്ട് വന്ന ഒരു Disney+ ഹോട്ട്സ്റ്റാറിൽ ഡയറക്റ്റ് റിലീസായ KCV വിടുന്ന നാഥൻ എന്ന് പറഞ്ഞ സിനിമ കുറച്ചെങ്കിലും പോയെന്ന് പറയാം. പക്ഷെ എന്നാലും വേണ്ടത്ര ഇത് കിട്ടിയില്ല. പിന്നെ വോയിസ് ഓഫ് സത്യനാണ് പിന്നെയും കുറച്ച് കൂടിയത്. പിന്നീട് വന്ന 3 സിനിമകൾ ഇതുവരെ OTT റൈറ്റ്സ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആ 3 സിനിമകൾ ബാന്ദ്ര, പവി ദ കെയർടേക്കർ, തങ്കമണി, ഈ 3 സിനിമകളുടെ ഇതുവരെ OTT റിലീസ് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഒരു സങ്കടകരമായ കാര്യമാണ്. നോക്കി, അത്ര ടോപ്പിൽ നിന്ന ബ്രാൻഡ് താഴേക്ക് പതിഞ്ഞതാണോ ഇതിനുള്ള കാരണം, അതോ മറ്റെന്തെങ്കിലുമാണോ എന്നുള്ളത്. അതുപോലെ ഇപ്പോഴത്തെ ഒരു OTT രീതി എന്ന് പറഞ്ഞാൽ, ചുമ്മാ അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയെന്ന് പറഞ്ഞാൽ ഒരു OTT വാങ്ങുന്നില്ല. അത് തിയേറ്ററിൽ കളക്ട് ചെയ്തോ, തിയേറ്ററിൽ ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയാണ് എന്നറിഞ്ഞ് മാത്രമേ OTT അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് മലയാള സിനിമയിലെ പല സിനിമകളും OTT അക്സെപ്റ്റ് ചെയ്യാത്തത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് വെച്ച് നോക്കുമ്പോൾ ആ ഒരു തരത്തിൽ തന്നെ ആയതുകൊണ്ടായിരിക്കും ദിലീപിൻ്റെ ഈ ഒരു 3 സിനിമകൾ അക്സെപ്റ്റ് ചെയ്യാതെ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് വാല്യൂ കുറഞ്ഞു എന്നുള്ളൊരു കോൺസെപ്റ്റ് അവർക്ക് ഉണ്ടായേക്കാം. എന്തായാലും ജനപ്രിയ നായകൻ ദിലീപിൻ്റെ ഒരു സ്റ്റാർട്ടം എത്രത്തോളം ഇമ്പാക്റ്റ് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു 3 സിനിമകൾ. നമ്മുടെ 3 സിനിമകളും പരാജയങ്ങളും തന്നെയായിരുന്നു. ഇനി എന്താണ് സംഭവിക്കുന്നത്, ഇനി അങ്ങോട്ടൊരു ദിലീപ് വേറെ ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയുന്നില്ല. എന്തായാലും ദിലീപാണ്, ദിലീപിൻ്റെ ആ ഒരു എബിലിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇനിയും വരുന്ന ചില സിനിമകൾക്കെല്ലാം മാറ്റം സംഭവിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാർഡം വീണ്ടും റീഗെയിൻ എടുത്തേക്കാം. എന്തായാലും കാത്തിരിക്കുന്ന ആ ഒരു ജനപ്രിയ നായകൻ ദിലീപിൻ്റെ തിരിച്ചു വരവിനായി.